SCERT ബേസിക് സയൻസ് പാഠഭാഗങ്ങളിൽ നിന്നുള്ള മറ്റൊരു ഓഡിയോ ക്ലാസ്സാണ്. ഇന്നത്തെ ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലെ ആറ്റത്തിൻ്റെ ഘടന എന്ന ചാപ്റ്ററും രാസബന്ധനം എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ, ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ഡാൾട്ടൺ. ജോൺ ഡാൾട്ടന് നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത അസുഖം ഉണ്ടായിരുന്നു. അതിനാൽ ഈ അസുഖം അറിയപ്പെടുന്നത് ഡാൾട്ടനിസം അഥവാ വർണ്ണാന്ധത. നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത അസുഖമാണ് ഡാൾട്ടനിസം അഥവാ വർണ്ണാന്ധത. ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും. ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലുപ്പത്തിലും മാസിലും സമാനമായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിപ്പിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. വൈദ്യുതി ഉപയോഗിച്ച് സംയുക്തങ്ങളിൽ നിന്ന് പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, ബോറോൺ തുടങ്ങിയ മൂലകങ്ങൾ വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ആരാണ്? സർ ഹംഫ്രി ഡേവി. സർ ഹംഫ്രി ഡേവി വേർതിരിച്ചെടുത്ത മൂലകങ്ങൾ ഏതൊക്കെയാണ്? പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, ബോറോൺ. പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, ബോറോൺ. പരീക്ഷണങ്ങളുടെയും കണ്ടെത്തലുകളുടെയും അടിസ്ഥാനത്തിൽ പദാർത്ഥങ്ങളിൽ വൈദ്യുത ചാർജ് ഉണ്ടെന്ന് മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞനാണ് സർ ഹംഫ്രി ഡേവി. പദാർത്ഥങ്ങളിൽ വൈദ്യുത ചാർജ് ഉണ്ടെന്ന് മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞൻ സർ ഹംഫ്രി ഡേവി. പദാർത്ഥങ്ങളിൽ രണ്ടു തരം വൈദ്യുത ചാർജുകൾ, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ആണ് ഉള്ളതെന്ന് സമർത്ഥിച്ചത് സർ ഹംഫ്രി ഡേവി. വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മൈക്കൽ ഫാരഡെ. ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി പ്രവഹിക്കുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞരാണ് മൈക്കൽ ഫാരഡെയും സർ ഹംഫ്രി ഡേവിയും. ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി പ്രവഹിക്കുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞരാരൊക്കെയാണ്? മൈക്കൽ ഫാരഡെയും സർ ഹംഫ്രി ഡേവിയും. വൈദ്യുതി കടത്തിവിട്ട് ചില ദ്രാവക പദാർത്ഥങ്ങളെ അവയുടെ ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് വൈദ്യുത വിശ്ലേഷണം. വൈദ്യുതി കടത്തിവിട്ട് ചില ദ്രാവക പദാർത്ഥങ്ങളെ അവയുടെ ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് വൈദ്യുത വിശ്ലേഷണം. വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? മൈക്കൽ ഫാരഡെ. വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ചത് മൈക്കൽ ഫാരഡെ. വാതകത്തിലൂടെയും വൈദ്യുതി കടന്നു പോകുമെന്ന് തിരിച്ചറിഞ്ഞത് ഹെൻറിച്ച് ഗീസ്ലർ. ആരാണ്? വാതകങ്ങളിലൂടെയും വൈദ്യുതി കടന്നു പോകുന്നത് തിരിച്ചറിഞ്ഞത് ഹെൻറിച്ച് ഗീസ്ലർ. വാതകങ്ങളിലൂടെയും വൈദ്യുതി കടന്നു പോകുമെന്ന് തിരിച്ചറിഞ്ഞ ഹെൻറിച്ച് ഗീസ്ലറുടെ കണ്ടുപിടുത്തമാണ് ഡിസ്ചാർജ് ട്യൂബ് അല്ലെങ്കിൽ അഥവാ വാക്വം ട്യൂബ്. അപ്പോൾ വാതകങ്ങളിലൂടെയും വൈദ്യുതി കടന്നു പോകുമെന്ന് കണ്ടുപിടിച്ചത് ഹെൻറിച്ച് ഗീസ്ലർ ആണ്. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തമാണ് ഡിസ്ചാർജ് ട്യൂബ് അഥവാ വാക്വം ട്യൂബ്. വാതകങ്ങളിലൂടെ ഡിസ്ചാർജ് നടക്കുമ്പോൾ ട്യൂബിനുള്ളിലെ മർദ്ദം കുറഞ്ഞാൽ ഗ്ലാസ് ട്യൂബിൻ്റെ വശങ്ങളിൽ പ്രത്യേക തിളക്കം ഉണ്ടാകുകയും അതിനടുത്ത് ഒരു കാന്തം കൊണ്ടുവന്നാൽ തിളക്കത്തിൻ്റെ സ്ഥാനം മാറുമെന്നും കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജൂലിയസ് പ്ലക്കർ. ഗീസ്ലറുടെ ഡിസ്ചാർജ് ട്യൂബ് നവീകരിച്ച് പരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞനാണ് വില്യം ക്രൂക്സ്. കാഥോഡ് രശ്മികളുടെ സവിശേഷതകളെക്കുറിച്ച് പഠനം നടത്തിയ ശാസ്ത്രജ്ഞനാണ് വില്യം ക്രൂക്സ്. കാഥോഡ് രശ്മികളുടെ സവിശേഷതകളെക്കുറിച്ച് പഠനം നടത്തിയത് വില്യം ക്രൂക്സ് ആണ്. ഗീസ്ലറുടെ ഡിസ്ചാർജ് ട്യൂബ് നവീകരിച്ചത് വില്യം ക്രൂക്സ് ആണ്.
ടി വിയുടെ പിക്ചർ ട്യൂബും എക്സ്റേ ട്യൂബും കാഥോഡ് റേ ട്യൂബുകളാണ്. ടി വിയുടെ പിക്ചർ ട്യൂബും എക്സ്റേ ട്യൂബും കാഥോഡ് റേ ട്യൂബുകളാണ്. വളരെ താഴ്ന്ന മർദ്ദത്തിൽ വാതകങ്ങളിൽ കൂടി വൈദ്യുതി കടന്നു പോകുന്നത് അറിയപ്പെടുന്നത് വൈദ്യുത ഡിസ്ചാർജ്. വളരെ താഴ്ന്ന മർദ്ദത്തിൽ വാതകങ്ങളിൽ കൂടി വൈദ്യുതി കടന്നു പോകുന്നതാണ് വൈദ്യുത ഡിസ്ചാർജ്. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ വാതകങ്ങളിലെ പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞനാണ് യൂഗൻ ഗോൾഡ്സ്റ്റീൻ. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ വാതകങ്ങളിലെ പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത് യൂഗൻ ഗോൾഡ്സ്റ്റീൻ. എക്സ്റേ കണ്ടുപിടിച്ചത് വില്യം റോഞ്ചനാണ്. ഡിസ്ചാർജ് ട്യൂബിലെ കാഥോഡിൽ നിന്ന് വരുന്ന രശ്മികളിൽ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളാണ് ഉള്ളതെന്ന് കണ്ടെത്തിയത് ജെ തോംസനാണ്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏതാണ്? ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏതാണ്? ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ. പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് ആധികാരികമായി തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ഏണസ്റ്റ് റൂദർഫോർഡ്. ആറ്റത്തിൻ്റെ ഭൂരിഭാഗവും ശൂന്യമാണെന്നും പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ച ഒരു ഭാഗമുണ്ടെന്നും സംബന്ധിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. അപ്പം നെഗറ്റീവ് ചാർജ് ജെ തോംസനും പോസിറ്റീവ് ചാർജ് ഏണസ്റ്റ് റൂദർഫോർഡ്. ഒരാറ്റത്തിൻ്റെ മാസ് മുഴുവൻ കേന്ദ്രീകരിച്ച ഭാഗമാണ് ന്യൂക്ലിയസ്. ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ച ഭാഗമാണ് ന്യൂക്ലിയസ്. ആറ്റത്തിനുള്ളിലെ പോസിറ്റീവ് കണം ഏതാണ്? അത് പ്രോട്ടോൺ ആണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ്. പോസിറ്റീവ് ചാർജ് കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ്. പ്രോട്ടോണിൻ്റെ മാസിന് തുല്യമായത് എന്താണ്? ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ്. പ്രോട്ടോണിൻ്റെ മാസിന് തുല്യമായതാണ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ്. ആറ്റത്തിനുള്ളിലെ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ. ആറ്റത്തിനുള്ളിൽ ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോൺ ഉണ്ടെന്ന് ശാസ്ത്രീയമായി തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ജെയിംസ് ചാഡ്വിക്ക്. ന്യൂക്ലിയസിനുള്ളിൽ കാണപ്പെടുന്ന ആറ്റത്തിൻ്റെ കണങ്ങളാണ് പ്രോട്ടോണും ന്യൂട്രോണും. അപ്പോൾ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ, പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ്, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്ക്. ഇനി ഇലക്ട്രോൺ എന്താണ്? ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ഉള്ളതാണ്, ന്യൂക്ലിയസിന് പുറത്തായിട്ട് കാണപ്പെടുന്നു. പ്രോട്ടോൺ പോസിറ്റീവ് ചാർജാണ്. പ്രോട്ടോണിൻ്റെ മാസ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് തുല്യമാണ്, ന്യൂക്ലിയസിൽ കാണപ്പെടുന്നു. ന്യൂട്രോണിന് ചാർജ് ഇല്ല. ന്യൂട്രോണിൻ്റെ ചാർജും ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമാണ്, ന്യൂക്ലിയസിൽ കാണപ്പെടുന്നു. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക നിർദ്ദേശിച്ചത് ആരാണ്? ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക നിർദ്ദേശിച്ചത് റൂദർഫോർഡ്. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക റൂദർഫോർഡ്. റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃകയ്ക്ക് കൂടുതൽ വ്യക്തമായ വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞനാണ് നീൽസ് ബോർ. സൗരയൂഥ മാതൃക റൂദർഫോർഡാണ്. റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃകയ്ക്ക് കൂടുതൽ വ്യക്തമായ വിശദീകരണം നൽകിയത് നീൽസ് ബോറാണ്. നീൽസ് ബോറിൻ്റെ ആറ്റം മാതൃക അറിയപ്പെടുന്നത് ബോർ മാതൃക എന്നാണ്. ബോർ ആറ്റം മാതൃക അനുസരിച്ച് ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത അറിയപ്പെടുന്നത് ഓർബിറ്റ് അഥവാ ഷെൽ. ആറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിൽ ആണ് എന്ന് നിർദ്ദേശിച്ച മാതൃകയാണ് ബോർ മോഡൽ. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് മാസ് നമ്പർ. ഒരാറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെ ആകെ എണ്ണമാണ് ആറ്റോമിക നമ്പർ. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് മാസ് നമ്പർ. ഒരാറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെ ആകെ എണ്ണമാണ് ആറ്റോമിക നമ്പർ. പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നിവയ്ക്ക് പുറമെ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ കാണുന്ന സൂക്ഷ്മ കണികകൾ ഏതൊക്കെയാണ്? മീസോൺ, ന്യൂട്രീനോ, പോസിട്രോൺ, ആൻറ്റി ന്യൂട്രീനോ എന്നിവയാണ്. പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നിവയ്ക്ക് പുറമെ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനുള്ളിൽ കാണുന്ന സൂക്ഷ്മ കണികകൾ ഏതൊക്കെയാണ്? മീസോൺ, ന്യൂട്രീനോ, പോസിട്രോൺ, ആൻറ്റി ന്യൂട്രീനോ. ഏതൊരു ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ് 2n².
ആറ്റത്തിൻ്റെ കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി സംഖ്യ അപ്പോൾ എത്രയായിരിക്കും? 2. ആറ്റത്തിലെ എൽ ഷെല്ലിൽ ഉള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയായിരിക്കും? 8. ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോട്ടോപ്പുകൾ. എന്താണ് ഐസോട്ടോപ്പ്? ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോട്ടോപ്പുകൾ. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയം. ഫോസിലുകളുടെയും ചരിത്രാതികാലത്തെ വസ്തുക്കളുടെയും കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് കാർബൺ 14. സസ്യങ്ങളിലെ പദാർത്ഥവിനിമയം തിരിച്ചറിയാനുള്ള ട്രേസറായി ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് ഫോസ്ഫറസ് 31. ക്യാൻസർ, ട്യൂമർ തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സയ്ക്കും രോഗനിർണയത്തിനും ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പുകളാണ് അയഡിൻ 131, കൊബാൾട്ട് 60. അയഡിൻ 131, കൊബാൾട്ട് 60. ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന യുറേനിയത്തിൻ്റെ ഐസോട്ടോപ്പാണ് യുറേനിയം 235. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങൾ അറിയപ്പെടുന്നത് ഐസോട്ടോണുകൾ. അപ്പോൾ എന്താണ് ഐസോട്ടോപ്പ്? ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോട്ടോപ്പുകൾ. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. ഒരേ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളാണ് ഐസോട്ടോണുകൾ. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകൾ ഏതൊക്കെയാണ്? പ്രോട്ടീരിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏതാണ്? ഡ്യൂട്ടീരിയം. ഫോസിലുകളുടെയും ചരിത്രാതികാലത്തെ വസ്തുക്കളുടെയും കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് കാർബൺ 14. സസ്യങ്ങളിലെ പദാർത്ഥവിനിമയം തിരിച്ചറിയാനുള്ള ട്രേസറായി ഉപയോഗിക്കുന്ന ഫോസ്ഫറിൻ്റെ ഐസോട്ടോപ്പാണ് ഫോസ്ഫറസ് 131. ക്യാൻസർ, ട്യൂമർ തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സയ്ക്കും രോഗനിർണയത്തിനും ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പുകളാണ് അയഡിൻ 131, കൊബാൾട്ട് 60. ഏതൊക്കെയാണ്? അയഡിൻ 131, കൊബാൾട്ട് 60. ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന യുറേനിയത്തിൻ്റെ ഐസോട്ടോപ്പാണ് യുറേനിയം 235. ദൈവകണം എന്നറിയപ്പെടുന്നത് ഹിഗ്സ് ബോസോൺ. പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് വളരെയധികം പ്രാധാന്യം നൽകപ്പെട്ട ഒരു സിദ്ധാന്തമാണ് സ്റ്റാൻഡേർഡ് മോഡൽ സിദ്ധാന്തം. സ്റ്റാൻഡേർഡ് മോഡലിലെ മൗലിക കണങ്ങളിലെ പദാർത്ഥ ഘടകങ്ങളാണ് ഫെർമിയോണുകൾ. സ്റ്റാൻഡേർഡ് മോഡലിലെ മൗലിക കണങ്ങളിലെ ഊർജ്ജവാഹികളാണ് ബോസോണുകൾ. ദൈവഗണം എന്നറിയപ്പെടുന്നത് എന്താണ്? ഹിഗ്സ് ബോസോൺ. പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് വളരെയധികം പ്രാധാന്യം നൽകപ്പെട്ട ഒരു സിദ്ധാന്തമാണ് സ്റ്റാൻഡേർഡ് മോഡൽ നിയമം. സ്റ്റാൻഡേർഡ് മോഡലിലെ മൗലിക കണങ്ങളിലെ ഫെർമിയോണുകൾ. സ്റ്റാൻഡേർഡ് മോഡലിലെ മൗലിക കണങ്ങളിലെ ഊർജ്ജവാഹിനികളാണ് ബോസോണുകൾ. സ്റ്റാൻഡേർഡ് മോഡൽ സിദ്ധാന്തം അനുസരിച്ച് പ്രപഞ്ചം രൂപപ്പെട്ടിട്ടുള്ള മൗലിക കണങ്ങളുടെ എണ്ണം 17. ഹിഗ്സ് ബോസോൺ ജനീവയിലെ SCRN ലബോറട്ടറിയിലെ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ വർഷമാണ് 2012 ജൂലൈ 4. ഹിഗ്സ് ബോസോൺ കണ്ടെത്തിയത് എന്നാണ്? 2012 ജൂലൈ 4. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ കൂടിച്ചേരുമ്പോൾ ലഭിക്കുന്നതാണ് സംയുക്ത തന്മാത്രകൾ. ആറ്റങ്ങൾ ചേർന്ന് തന്മാത്രകൾ ഉണ്ടാകുന്നത് എന്തിനാണ്? സ്ഥിരത കൈവരിക്കാനാണ്. പീരിയോഡിക് ടേബിളിൻ്റെ 18ാം ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങൾ അറിയപ്പെടുന്നത് ഉത്കൃഷ്ടവാതകങ്ങൾ അഥവാ അലസവാതകങ്ങൾ. 18ാം ഗ്രൂപ്പിലെ മൂലകങ്ങൾ ഏതാണ്? ഉത്കൃഷ്ടവാതകങ്ങൾ അഥവാ അലസവാതകങ്ങൾ. ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ വരുന്ന ക്രമീകരണം അറിയപ്പെടുന്നത് അഷ്ടക ഇലക്ട്രോൺ വിന്യാസം. ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ വരുന്ന ക്രമീകരണമാണ് അഷ്ടക ഇലക്ട്രോൺ വിന്യാസം. ഒരു തന്മാത്രയിൽ അതിലെ ആറ്റങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ഫലമാണ് രാസബന്ധനം.
മൂലകത്തിൻ്റെ പ്രതീകത്തിന് ചുറ്റും ഇലക്ട്രോണുകളെ ഡോട്ട് ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന രീതി അറിയപ്പെടുന്നത് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം. മൂലകത്തിൻ്റെ പ്രതീകത്തിന് ചുറ്റും ഇലക്ട്രോണുകളെ ഡോട്ട് ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന രീതിയാണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം. ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ആദ്യമായി അവലംബിച്ച അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് ഗിൽബർട്ട് എൻ ലൂയിസ്. ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ആദ്യമായി അവലംബിച്ച ശാസ്ത്രജ്ഞനാണ് ഗിൽബർട്ട് എൻ ലൂയിസ്. രാസബന്ധനത്തിലൂടെ ഇലക്ട്രോണുകൾ വിട്ടുകൊടുത്ത് പോസിറ്റീവ് ചാർജ് കരസ്ഥമാക്കുന്ന ആറ്റങ്ങൾ അറിയപ്പെടുന്നത് കാറ്റയോണുകൾ. രാസബന്ധനത്തിലൂടെ ഇലക്ട്രോൺ സ്വീകരിച്ച് നെഗറ്റീവ് ചാർജ് കരസ്ഥമാക്കുന്ന ആറ്റങ്ങൾ അറിയപ്പെടുന്നത് ആനയോണുകൾ. പോസിറ്റീവ് ചാർജ് കാറ്റയോണുകൾ, നെഗറ്റീവ് ചാർജ് ആനയോണുകൾ. ഒരു തന്മാത്രയിൽ അതിലെ ആറ്റങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ഫലമാണ് രാസബന്ധനം. മൂലകത്തിൻ്റെ പ്രതീകത്തിന് ചുറ്റും ഇലക്ട്രോണുകളെ ഡോട്ട് ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന രീതിയാണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം. ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ആദ്യമായി അവലംബിച്ച അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് ഗിൽബർട്ട് എൻ ലൂയിസ്. ഇലക്ട്രോൺ കൈമാറ്റം മൂലമുണ്ടാകുന്ന രാസബന്ധനമാണ് അയോണിക ബന്ധനം. അയോണിക ബന്ധനം വഴിയുണ്ടാകുന്ന സംയുക്തങ്ങളാണ് അയോണിക സംയുക്തങ്ങൾ. ഇലക്ട്രോൺ പങ്കുവയ്ക്കൽ മൂലമുണ്ടാകുന്ന രാസബന്ധനമാണ് സഹസംയോജക ബന്ധനം. 2 ജോഡി ഇലക്ട്രോണുകൾ പങ്കുവയ്ക്കുമ്പോൾ സഹസംയോജനം ദ്വിബന്ധനമാവും. 3 ജോഡിയാകുമ്പോൾ അത് ത്രിബന്ധനമാവും. 1 ജോഡി ഇലക്ട്രോണുകൾ പങ്കുവയ്ക്കുമ്പോൾ അത് ഏകബന്ധനമാണ്. 2 ജോഡിയാകുമ്പോൾ അത് ദ്വിബന്ധനം. 3 ജോഡിയാകുമ്പോൾ ത്രിബന്ധനം. സഹസംയോജക ബന്ധം വഴി ഉണ്ടാകുന്ന സംയുക്തങ്ങൾ അറിയപ്പെടുന്നത് സഹസംയോജക സംയുക്തങ്ങൾ. സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട 2 ആറ്റങ്ങൾക്കിടയിൽ പങ്കുവച്ച ഇലക്ട്രോൺ ജോഡികളെ ആകർഷിക്കാനുള്ള അതത് ആറ്റത്തിൻ്റെ കഴിവിനെ പറയുന്നത് ഇലക്ട്രോനെഗറ്റിവിറ്റി. എന്താണ്? സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട 2 ആറ്റങ്ങൾ പങ്കുവച്ച ഇലക്ട്രോൺ ജോഡികളെ ആകർഷിക്കാനുള്ള അതത് ആറ്റത്തിൻ്റെ കഴിവിനെ പറയുന്നത് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ കണ്ടുപിടിച്ചത് ലിനസ് പോളിംഗ് ആണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ കണ്ടുപിടിച്ചത് ലിനസ് പോളിംഗ്. ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ പ്രകാരം ഏറ്റവും അധികം ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള മൂലകം ഏതാണ്? ഫ്ലൂറിൻ. ഹൈഡ്രജൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി 2.2 ആണ്. ക്ലോറിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി 3.16 ആണ്. ഹൈഡ്രജൻ്റെത് 2.2, ക്ലോറിൻ്റെ 3.16. ഭാഗികമായ വൈദ്യുത ചാർജുകളുള്ള സഹസംയോജക സംയുക്തങ്ങളാണ് പോളാർ സംയുക്തങ്ങൾ. ജലം ദ്രാവകാവസ്ഥയിൽ ഇരിക്കുന്നതിനുള്ള കാരണമാണ് പോളാർ സ്വഭാവം. കാർബണികവും അകാർബണികവുമായ അനേകം സംയുക്തങ്ങളെ ലയിപ്പിച്ച് ജലത്തിന് സാർവിക ലായകമാകാൻ സഹായിക്കുന്ന സ്വഭാവമാണ് പോളാർ സ്വഭാവം. എന്താണ്? ഭാഗികമായ വൈദ്യുത ചാർജുകളുള്ള സഹസംയോജക സംയുക്തങ്ങളാണ് പോളാർ സംയുക്തങ്ങൾ. കാർബണികവും അകാർബണികവുമായ അനേകം സംയുക്തങ്ങളെ ലയിപ്പിച്ച് ജലത്തിന് സാർവിക ലായകമാകാൻ സഹായിക്കുന്ന സ്വഭാവമാണ് പോളാർ സ്വഭാവം. ജലം ദ്രാവകാവസ്ഥയിൽ ഇരിക്കുന്നതിനുള്ള കാരണം എന്താണ്? പോളാർ സ്വഭാവം. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു ആറ്റം വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ പങ്കുവയ്ക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് സംയോജകത. എന്താണ്? രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു ആറ്റം വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ പങ്കുവയ്ക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് സംയോജകത. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ 2 ചാപ്റ്ററുകളിൽ നിന്ന് പഠിക്കാനുള്ളത്. താങ്ക് യു.